7 മാസം മാത്രമായി BJP അധികാരത്തിലെത്തിയ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 767 കർഷകരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പ്രതിപക്ഷം പറഞ്ഞു നടക്കുന്നതല്ല ഇത്. BJP തന്നെ കൈകാര്യം ചെയ്യുന്ന മഹാരാഷ്ട്ര നിയമസഭയിലാണ് ഈ കണക്കുകൾ മേശപ്പുറത്ത് വച്ചിരിക്കുന്നത്. 2025 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള 3 മാസത്തെ കണക്കാണ് സർക്കാർ തന്നെ പുറത്തുവിട്ടത്. കഴിഞ്ഞ നവംബർ അവസാന വാരത്തിലാണ് BJP സർക്കാർ മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്നതിൻ്റെ കഥ എല്ലാവർക്കും അറിയാം. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ അത് വളരെ വ്യക്തമായി രാജ്യത്തിന് പറഞ്ഞുകൊടുത്തു. അപ്പോൾ ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാതെ വോട്ടിൽ കൃത്രിമം കാണിച്ച് അധികാരത്തിലെത്തിയ ഒരു സർക്കാർ കർഷകരെ മറന്നതിൽ അത്ഭുതമില്ല എന്നാണ് അർത്ഥം. പതിവ് പോലെ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യ നടന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ വിദർഭ മേഖലയിലാണ്. ഇതും സഭയിൽ വെച്ച റിപ്പോർട്ടിൽ തന്നെ പറയുന്നു. കണക്കുകൾ പറഞ്ഞു പോകുന്നതല്ലാതെ ഒരു മൃഗം ചത്തു വീണ ലാഘവത്തോടെയാണ് സർക്കാർ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഒരു സഹായവും ഇവർക്ക് നേരാംവണ്ണം ചെയ്തു കൊടുത്തിട്ടില്ല. കണക്കുകൾ പുറത്തുവിട്ടതിനൊപ്പം ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബത്തിന് എന്ത് സഹായമാണ് സർക്കാർ ചെയ്തു നൽകുക എന്ന വലിയ ചോദ്യമുയർത്തി കോൺഗ്രസ് രംഗത്ത് വന്ന് സമരം നടത്തുന്നുണ്ടെങ്കിലും BJP സർക്കാർ അത് കണ്ട ഭാവം നടിക്കുന്നില്ല. നിലവിൽ വെറും 1 ലക്ഷം രൂപയാണ് കുടുംബങ്ങൾക്ക് മുൻപിൽ നഷ്ടപരിഹാരമായി വച്ചിരിക്കുന്നത്. അതും എല്ലാവർക്കും നൽകിയതുമില്ല. ആത്മഹത്യ ചെയ്തവരിൽ വെറും 376 കർഷകരാണ് സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ നഷ്ടപരിഹാരത്തിന് ഇപ്പോൾ അർഹരായിരിക്കുന്നത്. ബാക്കി വരുന്ന 200-ലേറെ കർഷകർ സഹായധനം ലഭിക്കില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം അതിന് നൂലാമാലകൾ കൂടുതലാണ്. മരണം സർക്കാരിൻ്റെ കഴിവുകേട് കൊണ്ട് എന്നുറപ്പിക്കുമ്പോഴും അർഹരായ പല കർഷകർക്കും നിസാരമായ കാരണങ്ങൾ പറഞ്ഞ് സഹായം നൽകാതെ സർക്കാർ കളിപ്പിക്കുകയാണ്. അങ്ങനെ കർഷകരെ കൊല്ലാക്കൊല ചെയ്യുകയും അതുപോലെ തന്നെ മരിച്ചു വീണ കർഷകരോട് ഒരു ദയയും കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന BJP സർക്കാർ മഹാരാഷ്ട്രയിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. APM കിസാൻ സമ്മാൻ സ്കീമിലൂടെ 6000 രൂപ കർഷകർക്ക് നൽകുന്നുണ്ട് എന്നുള്ളൊരു ഔദാര്യമാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. വിഷാദവും മനക്ലേശവും അനുഭവിക്കുന്ന കർഷകർക്ക് മനഃശാസ്ത്ര സഹായവും നൽകുന്നുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത്. ഇത്രയും വലിയൊരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന കർഷകർക്ക് വെറും 6000 രൂപ വച്ചു നീട്ടുകയും മാനസിക രോഗ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ് മഹാരാഷ്ട്ര സർക്കാർ ചെയ്യുന്നത്. ഈ രാജ്യത്തിന് അന്നം നൽകുന്ന കർഷകരെ, ഈ യോദ്ധാക്കളെ മറന്നു എന്ന് മാത്രമല്ല അവരുടെ മരണത്തെ പോലും പുച്ഛിക്കുകയാണ് മഹാരാഷ്ട്രയിലെ സർക്കാർ. അതുകൊണ്ട് തന്നെ ആത്മഹത്യ നടന്നുകൊണ്ടേയിരിക്കുന്നു. സത്യത്തിൽ മഹാരാഷ്ട്ര സർക്കാർ കർഷകരോഷം കൊണ്ട് തകരുകയാണിപ്പോൾ. നിയമസഭയിൽ തൽക്കാലം അവർ വോട്ട് ക്രമക്കേട് കൊണ്ടൊക്കെ എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ രക്ഷപ്പെട്ടുവെങ്കിലും ഇനിയൊരു തെരഞ്ഞെടുപ്പ്, അതേത് തെരഞ്ഞെടുപ്പ് വന്നാലും ജയിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് BJP മാറുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യം ഭൂരിഭാഗം സീറ്റുകളും പിടിച്ചെടുത്തിട്ടും നിയമസഭയിൽ BJP സഖ്യം വൻ വിജയം നേടിയത് അട്ടിമറിയാണെന്ന് രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തി പറഞ്ഞത് വളരെ ശരിയാണെന്ന് തെളിയുന്നതാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിലനിൽക്കുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം. വോട്ടുകളിൽ കൃത്രിമം കാണിച്ചില്ല എങ്കിൽ മഹാരാഷ്ട്രയിൽ വിജയിക്കാൻ കഴിയില്ല എന്നുറപ്പിച്ച BJP സഖ്യം ഒരു കെട്ടിടത്തിൽ തന്നെ 7000 വോട്ടുകൾ ചേർത്തതും 4 മാസത്തിനകം 70 ലക്ഷം വോട്ടുകൾ കൂടുതൽ ചേർത്തതുമാണ് ജയിക്കാൻ കാരണമെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമാവുകയാണ്. അപ്പോഴേക്കും BJP ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വലിയ തിരിച്ചടി നേരിടുമെന്ന് ഉറപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സാഹചര്യം. ഏതായാലും വെറും 3 മാസം കൊണ്ട് 767 കർഷകരുടെ രക്തം മഹാരാഷ്ട്രയുടെ മണ്ണിൽ വീണു. അതിൻ്റെ കാരണക്കാർ BJP സർക്കാരാണ്. 6 മാസത്തെ ഭരണം ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നതെങ്കിൽ മഹാരാഷ്ട്ര കാത്തിരിക്കുന്നത് വലിയ അപകടം തന്നെയാണ്.